Baila conmigo bajo la luna. El ritmo calienta, siente la fortuna. De sol y fuego, pasión en la arena. Tu movimiento es pura candela. Fuego, fuego en el corazón. Fuego, mueve, mueve sin condición. La noche llama, siente la explosión. Fuego, fuego, nuestra canción. Sun-kissed bodies dancing in the glow. Heat of the summer, letting it go. From the player to the disco lights, we keep it moving all through the night. Fuego, fuego en el corazón. Fuego, mueve, bebe sin condición. La noche llama, siente la explosión. Fuego, fuego, nuestra canción. Feel the ocean, waves in the sound. Palms are swaying, let's get down. Dame tu mano, don't let go. El calor nos lleva al cielo. Fuego, fuego en el corazón. Fuego, mueve, mueve sin condición. La noche llama, siente la explosión. Fuego, fuego, nuestra canción. അപ്പോൾ ചങ്ങായിമാരെല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് നമ്മൾ കേരളത്തിലെ നമ്പർ 1 ഡ്രൈവിംഗ് ബീച്ചായിട്ടുള്ള മുഴുപ്പിലങ്ങാടി ബീച്ചിലാണ്. കണ്ണൂർ ജില്ലയിലുള്ള മുഴുപ്പിലങ്ങാടി ബീച്ച് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം വരികയാണ്. അപ്പോൾ എന്തായാലും ബീച്ചിലൂടെ വണ്ടി ഓടിക്കുന്ന കാഴ്ചകളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കുറേ ആളുകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം കുറേ 10,000 വണ്ടികൾ വന്നു എന്നാണ് ഇവിടെ പിടിച്ച് കയറ്റി വിടുന്ന ഒരു ചേച്ചി പറഞ്ഞത്. അപ്പോൾ ഞങ്ങളെന്തായാലും ഫസ്റ്റ് ഒരു പേടിയൊക്കെ ഉണ്ട്, വണ്ടി വെള്ളത്തിലിറക്കുമ്പോൾ എന്താവും എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും നോക്കിയില്ല, എന്തായാലും വേറെ വണ്ടികൾ പോകുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ നേരെ കടലിലേക്ക് ഇറക്കി ഡ്രൈവ് ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത് നോക്കുക. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, കാഴ്ച നല്ല രസമായിരുന്നു. പിന്നെ അതുപോലെ വണ്ടി ഉപ്പ് വെള്ളത്തിലാണ് ഇറക്കുന്നത് എന്നുള്ളത് കാര്യം നല്ല ഓർമ്മ വേണം. വണ്ടി നന്നായിട്ട് വാഷ് ചെയ്യണം. ഞങ്ങളിത് കഴിഞ്ഞിട്ട് ഫുള്ള് വാഷ് സർവീസൊക്കെ ചെയ്തിട്ടോ, കംപ്ലീറ്റ് സർവീസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ പോയത്. അവിടെ അടുത്ത് തന്നെ ഒരു സർവീസ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ വീഡിയോ നമുക്ക് കാണാം കേട്ടോ.
ബൈക്കിലും ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ബൈക്കിൽ ഇപ്പോൾ ഈ കാറൊക്കെ പോകുമ്പോൾ അവരൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. കാരണം വണ്ടിയൊക്കെ വരുന്ന കാറും ഇതൊക്കെ ട്രാവലറൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ വലിയ വണ്ടികളൊക്കെ വരുമ്പോൾ വെള്ളം നന്നായിട്ട് തെറിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് സ്ലോപ്പായിട്ട് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. വലിയ വണ്ടി ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിച്ച് ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ തീരൂല. നമുക്കത് വീണ്ടും വീണ്ടും ഓടിക്കാൻ തോന്നും. കുറേ ദൂരമുണ്ട് ഈ ബീച്ച് ഏരിയ വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തൊക്കെ നല്ല അടിപൊളിയാണ്, നല്ല ഓടിക്കാൻ. എന്തായാലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം, അതാണ് അതിൽ വേണ്ടത്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ഒന്ന് നോക്കാല്ലേ, അടിപൊളിയാണ്, ഭയങ്കര രസമാണ്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിൽ വണ്ടി തിരയിലേക്ക് നല്ല വെള്ളത്തേക്ക് ഇറക്കരുത്. നല്ല വെള്ളത്തേക്ക് ഇറക്കിയിട്ട് ഭയങ്കര സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടീൻ്റെ ഫ്ലാപ്പ്, അതുപോലെ ഈ മഡ്ഗാർഡിൻ്റെ ഉള്ളിലൊക്കെ വരുന്ന കുറച്ച് ഈ ഫൈബർ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ച് വന്നപ്പോൾ എൻ്റെ ഒരു വീൽ കപ്പ് മിസ്സായിട്ട് എനിക്ക് അത് വർക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, വീൽ കപ്പ് മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നല്ല കൂടുതൽ വെള്ളത്തേക്ക് ഇറക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ വെള്ളം വണ്ടീൻ്റെ ഉള്ളിലൊക്കെ നല്ല എഞ്ചിനുള്ളിലേക്ക് വെള്ളം കയറാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ മാക്സിമം വെള്ളത്തേക്ക് ഇറക്കാതെ, അതായത് സൈഡിൽ കൂടി മാക്സിമം പോവുക, ചെറുതായിട്ട് തെറിപ്പിച്ചിട്ട് പോവുക, അതാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. അപ്പം പിന്നെ ഒന്നും നോക്കാമല്ലോ കേട്ടോ, നമ്മളൊരു താല്പര്യങ്ങളാണ് അതൊക്കെ. എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും വെള്ളത്തിൽ ഇറക്കൊക്കെ വേണം. ഞാൻ വെള്ളത്തിൽ ഇറക്കി, നന്നായിട്ട് വെള്ളത്തിൽ ഇറക്കി എൻജോയ് ചെയ്തു. കുറേ ആളുകൾ അവിടെ വണ്ടി നിർത്തിയിട്ട് അവിടെ കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വരുന്നത് കണ്ടില്ലേ, ആ ബാക്കിൽ നിന്ന് വരുന്നത് കണ്ടില്ലേ, കുറച്ച് വെള്ളം ഓവറായപ്പോൾ നമുക്കന്ന് വണ്ടി ഓട്ടോമാറ്റിക്കലി സ്ലോ ആയി, അധികം സ്പീഡിൽ പോരാൻ പറ്റുന്നില്ല. കണ്ടോ ആ വരവ് കണ്ടില്ല നിങ്ങൾ, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. നമുക്ക് എത്ര ഓടിച്ചാലും അത് ആ ഒരു ഇത് മതിയാവില്ല നമുക്കത്. അതായത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി, ഒരു രക്ഷയില്ല, അടിപൊളി. പിന്നെ വണ്ടി ഇവിടെ ഡ്രിഫ്റ്റ് ചെയ്യാൻ അറിയുന്നവർക്കൊക്കെ അടിപൊളിയായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല പൂഴിമണലും ഉണ്ട്, അതുപോലെ വെള്ളം നനഞ്ഞ മണലും ഉണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യാനും എല്ലാത്തിനും പറ്റും, അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് നേരെ സർവീസ് സെൻറ്റർ കയറ്റി. അപ്പോൾ സർവീസൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. ആ പയ്യന്മാർ നന്നായിട്ട്, ബംഗാളി പയ്യന്മാരാണ്, എന്നാലും അവർ നന്നായിട്ട് വാഷിംഗ് ഒക്കെ അടിപൊളിയാണ്, രക്ഷയില്ല. നന്നായിട്ട് ഫുൾ ബോഡി വാഷ് ചെയ്തു. അതുപോലെ വണ്ടീൻ്റെ അടിവശം കംപ്ലീറ്റ് വണ്ടി പൊക്കിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്തു കേട്ടോ. അത് എല്ലാവരും ശ്രദ്ധിക്കണം. ഇതുപോലെ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നല്ല തുരുമ്പും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്, ഉപ്പുവെള്ളമാണ്, അത് പ്രത്യേകം പറയുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. വണ്ടിയൊക്കെ ഞങ്ങൾ വാഷ് ചെയ്ത് അടിപൊളിയായിട്ട് സെറ്റായി, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഞങ്ങളത് കഴിഞ്ഞ് നേരെ നമ്മളെ നാട്ടിലേക്ക് പോകുന്നു കേട്ടോ. നമ്മളാ റോഡിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ഒരു രക്ഷയില്ല, അടിപൊളി റോഡായിരുന്നു.